കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സിവിൽ സർവീസ് അറ്റംപ്റ്റ് ചെയ്തില്ല. അതിനുശേഷം ഞാനൊരു ജോലിയിലേക്ക് കയറി കഴിയുമ്പോഴാണ് എനിക്ക് സിവിൽ സർവീസ് പഠിക്കണമായിരുന്നു, അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും ഒരു അറ്റംപ്റ്റ് നടത്തണമെന്നുള്ളൊരു മോഹം വരുന്നത്. പക്ഷെ ആ സമയത്ത് എനിക്ക് ജോലി വിടാനും പറ്റില്ല, കാരണം എനിക്ക് ഏൺ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഈ ജോലിയും വേണം, അതേസമയം പഠിക്കുകയും ചെയ്യണം. ഈ ഒരു ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നപ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമായിട്ട് വരും. ഇതിനെ എങ്ങനെ നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും? ആക്ച്വലി IPM-IAS ആപ്പ് എന്ന് പറഞ്ഞാൽ അതിനൊരു ശരിക്കുള്ള ഉത്തരമാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടോപ്പിക് സ്പെസിഫിക് ആയതുകൊണ്ട് തന്നെ ഇത് എപ്പോഴും അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടൈമിൽ, നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് 10 to 6 ആണെന്ന് വിചാരിച്ചോളുക. 10 to 6 ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുന്നത്? ചിലപ്പോൾ നിങ്ങൾ വെളുപ്പിന് എണീക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറച്ച് സമയം കിട്ടുമല്ലോ. ആ സമയം നിങ്ങൾക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും? അതേപോലെ വർക്ക് ചെയ്തതിന് ശേഷം വരുന്ന സമയത്ത് സിവിൽ സർവീസ് പ്രിപ്പറേഷൻ വേണ്ടി എത്ര സമയം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? അപ്പോൾ ആ ടൈമിനെ നിങ്ങൾ മാനേജ് ചെയ്യാൻ ശ്രമിക്കണം. മാനേജ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ല, വെറുതെ അങ്ങ് പഠിക്കാൻ പോകുമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇന്ന് ഹിസ്റ്ററി പഠിച്ചു കളയാം എന്ന് പറഞ്ഞിട്ട് പോയി ഹിസ്റ്ററി ഇരുന്ന് വായിക്കുകയാണ്. അതിനേക്കാളും കുറച്ചും കൂടെ പ്രൊഡക്റ്റീവാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങളൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുക. ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്? ഞാൻ ഈ പഠിത്തത്തിൻ്റെ കാര്യം മാത്രം, നിങ്ങൾക്ക് അത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ടു ഡു ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് ഞാൻ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ആർക്കിടെക്ചറിനെ പറ്റിയും അതേപോലെ തന്നെ ബുദ്ധിസത്തെ പറ്റിയും ജൈനിസത്തെ പറ്റിയുമാണ് ഞാൻ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. എന്നിട്ട് അതിനുവേണ്ടി മാത്രം ടൈം മാറ്റി വെക്കുക. ചിലപ്പോൾ നിങ്ങളുടെ കൂടുതലുള്ള ആൾ വായിക്കുന്ന ജോഗ്രഫിയുടെ കോൺസെപ്റ്റ് ആയിരിക്കും. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് പോകരുത്. നിങ്ങൾ ഫിക്സ് ചെയ്ത ഒരു ടാർഗറ്റിൽ അന്നത്തെ ദിവസം ഉറങ്ങാൻ നേരം ഈ ടു ഡു ലിസ്റ്റ് ടിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നുണ്ടോ, എന്നെ കൊണ്ടത് തീർക്കാൻ പറ്റിയോ എന്നുള്ളത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ടൈം നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ടാർഗറ്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഓവർ അച്ചീവ് ചെയ്യാൻ വേണ്ടി ടാർഗറ്റ് സെറ്റ് ചെയ്യരുത്. പക്ഷേ നമുക്കറിയാലോ നമ്മുടെ ഒരു കേപ്പബിലിറ്റി. ഇപ്പോൾ വീണയ്ക്ക് ഒരു 4 ടോപ്പിക്ക് പഠിക്കാൻ പറ്റുന്നു, വീണയ്ക്ക് ഉറപ്പുണ്ട്. വീണ 3 ടോപ്പിക്ക് എഴുതാവും, എന്നിട്ട് 4 ടോപ്പിക്ക് പഠിക്കും. ഉറങ്ങാൻ പോകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്? സമാധാന സന്തോഷം ഉണ്ടാവും. എന്നാൽ വീണ ഒരു 6 ടോപ്പിക്ക് എഴുതി വെച്ച് ടാർഗറ്റിൽ 3 ടോപ്പിക്കേ പഠിച്ചുള്ളൂ, എന്തായിരിക്കും? ഭയങ്കര ടെൻഷൻ ആയിരിക്കും, ഗിൽറ്റി ഫീലിംഗ്. സോ അതുകൊണ്ട് തന്നെ ഓവർ അച്ചീവ് ചെയ്യാനായിട്ട് ഈ ആരംഭശൂരത്വം എന്ന് പറയുന്ന പോലെ കാര്യം ചെയ്യാണ്ടിരിക്കുക. അതിന് പകരം കുറച്ച് എഴുതി വെച്ചിട്ട് കൂടുതൽ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. യു ആർ ഹാപ്പി, നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാനായിട്ട് പറ്റും, നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. സോ അത് ചെയ്യുന്നത് നല്ലതായിരിക്കും ടൈം മാനേജ് ചെയ്യാൻ.